നീ എപ്പോ വന്ന്? ഞാൻ കുറച്ചേരാടാ. പിന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ട്, പോയാലാ? പൈസ കിട്ടും. ആ മറ്റേ പള്ളിയുടെ അടുത്തുള്ളവന്മാരല്ലേ? നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോഷൂട്ട് പൈസ തന്നിട്ടില്ല. പിന്നെ അടുത്ത ഫോട്ടോഷൂട്ട് ഇതിന് പൈസ തന്നില്ലേ? തന്നിട്ടില്ല. നീ പോണ്ടല്ലേ? രാവിലെ ഒരു പെണ്ണ് മെസ്സേജ് അയച്ചായിരുന്നു. എന്താ ഫോട്ടോഷൂട്ടാണോ? ആടാ. എടാ ഇത് പിന്നെ എൻ്റെ ഇൻസ്റ്റയിലെ പോസ്റ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയച്ചതാ. പൈസ കിട്ടുന്ന വർക്കായോണ്ടേ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കട്ടെ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. മറ്റന്നാളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലേ? വീട്ടിൽ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വർക്ക് കിട്ടിയാലേ ഒരു സെക്കൻഡ് ഹാൻഡ് ലെൻസ് എടുക്കാറ്. അയ്യോ, അത് ഞാൻ മറന്നു. എന്നാൽ പിന്നെ നീ വിട്ടോടാ. ഇനി അത് അടുത്ത സീനാവണ്ട. അയാൾ പറയുന്നത് ഞാനാണ് നിന്നെ കൊണ്ടുള്ള നശിപ്പിക്കുന്നത്. ഇങ്ങനെ സഹിക്കുന്നതാ അയാൾ. ഇച്ചിരി വെള്ളം ഇഞ്ഞെടുത്ത്. സ്വല്പം വെള്ളം. നീ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ, ഈ ഉച്ച വരെ നീ എവിടെയായിരുന്നു? എടാ, മറ്റന്നാൾ എക്സാം അല്ലേ? നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നു. റിസൾട്ട് വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം. പോയി വല്ലതും കഴിക്കേ, എന്നിട്ടൊന്ന് പഠിച്ചേ, വെറുതെ ഓരോന്ന് പറയിപ്പിക്കാതെ. ഇനി അവനെ പുറത്തോട്ട് വേണ്ട. എക്സാം കഴിയുന്നിടം വരെ അവൻ പഠിക്കുന്നുണ്ടോന്നും ശ്രദ്ധിച്ചോണം. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞ് മടുത്തു. അവനെ ആ ക്യാമറ തൂക്കി തെക്കും മുടക്കം നടക്കും ആ വിനുവിനോടൊപ്പം. അതെങ്ങനെയാ? നിങ്ങളുടെ അനിയനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ക്യാമറ വാങ്ങി കൊടുത്തതിനപ്പുറം ചെറുക്കൻ ഒന്നും പഠിക്കുന്നില്ല, പഠിത്തത്തിൽ ശ്രദ്ധയേ ഇല്ല. ഇങ്ങനെ പോയാൽ എന്നാ ചെയ്യാനേട്ടാ? എന്നെക്കൊണ്ട് പറയുന്നതിന് ഒരു പരിധിയില്ലേ? അവനെ എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിക്കണം. വരുന്നടാ, നമുക്ക് പോയി വല്ലതും കഴിക്കാൻ പാ. ഹലോ പറയടി. ഓ പരീക്ഷയല്ലേടി, അമ്മ ഇരുത്തിയേക്കുവാണ്. ഫോണൊന്നും എടുക്കണ്ടെന്നാണ് പറഞ്ഞേക്കണേ. പഠിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പഠിക്കുന്നൊക്കെ ഉണ്ടടി. ജയിക്കാനുള്ള മാർക്കൊക്കെ ഞാൻ മേടിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരോട് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന കാര്യത്തെ കുറിച്ചൊന്ന് പറയണം. വിടുമോന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ഒരു സെക്കൻഡ്. ഓ പഠിക്കാം അമ്മ. എടി നീ വെച്ചോ ഫോൺ. അമ്മ കണ്ടാലേ ചിലപ്പോൾ സീനാവും. ഞാൻ നാളെ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. അവനെന്ത് മേളിലുണ്ട്, ഇതുവരെ ഇങ്ങോട്ടിറങ്ങി വന്നിട്ടില്ല. ഇവനെ കൊണ്ട് തോറ്റു.
എപ്പോഴും ക്യാമറ ക്യാമറ എന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് അതേ കൊട്ടക്കണക്കിന് വാങ്ങി വെച്ചിരിക്കുന്ന മകൻ ഇല്ലേ വരുന്നുണ്ട്. ഡാ ഇവിടെ വന്നിരുന്നേ നീ. എടാ ഇവിടെ വന്നിരിക്കാൻ. അവിടെ ഇരുന്നേ നീ. ക്യാമറ തൂക്കി നടന്നതിൻ്റെ ഫലം കണ്ടോ നീ? ഇത് എന്നതാടേ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിന്നോടിരുന്ന് പഠിക്കട എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു. നീ എപ്പോഴൊക്കെ നീ ക്യാമറയുടെ പുറകെ നടന്നു. കണ്ടോ അതിൻ്റെ റിസൾട്ട്? ചോദിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. പേരിന് മാർക്കും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇത് കൊണ്ടിട്ട് എന്നാ കാണിക്കാനാടാ? എന്ത് കഷ്ടപ്പെട്ടാടാ ഞങ്ങൾ നിന്നെ വളർത്തുന്നേ? എന്തേലും അല്ലെങ്കിൽ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? എന്നിട്ടോ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു മാർക്ക്. ഞങ്ങളുടെ കഷ്ടപ്പാട് നിനക്കിപ്പോൾ മനസ്സിലായില്ല. നാളെ ഞങ്ങളുടെ സ്റ്റേജിൽ വരുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. അറിയാവോ? എന്നടാ തുറച്ചു നോക്കുന്നേ? എന്തേലും കൂസലുണ്ടോ നോക്കിയവന്? അപ്പം മാർക്കും മേടിച്ചിട്ട് വന്നിരിക്കുന്നവൻ. നിന്റെ ഉദ്ദേശം എന്നാ ലക്ഷ്മി? ഈ മാർക്കിന് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ? ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നു. അവന് കുറെ കിട്ടും. ഈ മാർക്കിന് ആരെങ്കിലും അവന് അഡ്മിഷൻ കൊടുക്കുമോ? ഇതുകൊണ്ട് ആരെങ്കിലും കാണിക്കാൻ കൊള്ളുവോ? ഞാൻ ഫോട്ടോഗ്രാഫിൻ്റെ ഡിപ്ലോമയ്ക്ക് വെക്കോളാം. ഇനി നിന്നെ എന്തിലും വിടണമെന്ന് ഞാൻ നിശ്ചയിക്കും. ഒരു കോപ്പും കഴുത്തിലിട്ട് തെക്ക് മടക്ക് നടന്നതിൻ്റെ ഫലം അല്ല ഇത്. ഓ അതായിരുന്നു നിന്റെ ഉദ്ദേശം. അത് നടക്കും നിന്റെ പൊന്നുമോ വിചാരിക്കണ്ട കേട്ടോ. പൈസ കൊടുത്തിട്ടാണെങ്കിലും നിനക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ഞാൻ വാങ്ങിത്തരും. നീ അതിന് പോയാൽ മതി. അച്ഛാ എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ വിട്ടാൽ മതി. എനിക്ക് താല്പര്യമുള്ളതിന് പോയിട്ടല്ലേ കാര്യമുള്ളൂ. കേട്ടില്ലേ പറയുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞാൽ കേട്ടോ. ഓ നീ ഫോട്ടോഗ്രാഫി പഠിക്കാത്തൊരു ഓർമ്മ കൂടി ഉള്ളൂ. എന്നിട്ട് വേണം ഇതിന്റെ തെക്കുമടക്കം നടക്കാനായിട്ട്. അവനെ സ്റ്റുഡിയോ ഇട്ട് ഇരിക്കാനായിരിക്കും. ആ കവലയിലെ മിനി സ്റ്റുഡിയോയിലെ വിനോദം ഇരിക്കുന്ന പോലെ എന്നും ചെന്ന് തുറന്നു വെച്ചോണ്ടിരിക്കും. അവൻ മുടക്കമൊന്നും കിട്ടുന്നുണ്ടെന്ന് അവന് പോലും അറിയത്തില്ല. അവൻ സ്റ്റുഡിയോ ഇടാൻ നടക്കുന്നു. അമ്മ എന്തറിഞ്ഞിട്ടാണ് പുള്ളി ഒരു കല്യാണ വർക്കിന് പോയതിന് എത്ര രൂപ കിട്ടും നമ്മുടെ വിചാരം? തർക്കത്തിനും പറയുന്നതാ മിണ്ടാതിരിക്കട്ടെ. നിന്നെ ഇനി ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ വിടുന്നില്ല. അവൻ്റെ ഒരു ക്യാമറ. മനുഷ്യ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് അവൻ്റെ ക്യാമറ മേടിച്ച് വെച്ചേക്കണം. അവൻ നടക്കുന്ന ക്യാമറ നോക്കി കണ്ടില്ലേ എൻ്റെ പോക്ക്? എന്താടാ വിഷമിച്ചിരിക്കുന്നത്? മാർക്ക് കുറഞ്ഞ വീട്ടിൽ സീനായോന്നു. എന്നോട് എഞ്ചിനീയറിംഗിന് തന്നെ പോകാനാണ് പറയണത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ അമ്മയുടെ വീട്ടിൽ ജയിച്ച തന്നെ ഭാഗ്യം പറഞ്ഞിരിക്കുന്നു. വിഷമിക്കണ്ട. അവരെൻ്റെ കഴിവുകളൊന്നും മനസ്സിലാക്കുന്നില്ലടോ. അറ്റ്ലീസ്റ്റ് അവർക്ക് എൻ്റെ ഫോട്ടോസെങ്കിലും നോക്കാമല്ലോ. ഫോട്ടോഗ്രാഫി പഠിച്ചാൽ വലിയ ഗുണമില്ലെന്ന് അവർ പറയണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടോ? നീ വിഷമിക്കണ്ട. ഇപ്പം അവർ പറയുന്നത് കേൾക്ക്. എല്ലാവർക്കും എന്തോ ചെയ്യാൻ അതൊന്നും ചെയ്യാത്തൊന്നുമില്ലടാ. വെറുതെ സമയം പൈസയും കളയാന്നുള്ളത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പിന്നെ നോക്കാമായിരുന്നു. ഇത് ചുമ്മാ പഠിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതിന് പോയിട്ടില്ലടാ കാര്യമുള്ളൂ. അല്ലാതെ പോയിട്ട് എന്തെങ്കിലും ഗുണമാണ്. നീ പറയാതെ ചെയ്യാടാ. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലല്ലോ. വീട്ടുകാർ പറയുന്നതിലേ കേൾക്കാൻ പറ്റും. ഒന്നാമത് മാർക്ക് കുറഞ്ഞിരിക്കുന്നു. എൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞു തന്നാൽ എനിക്ക് അറിയത്തില്ലടാ എന്നാ ചെയ്യണമെന്ന്. വീട്ടിൽ അത്രയും ഫീലായ ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നു. എന്തായാലും വീട്ടിലോട്ട് വേറെ വിഷമിപ്പിക്കണ്ട. എന്നാൽ ശരിടാന്നോ ഇവിടെ മുമ്പ് പോവാം കേട്ടോ. ചേട്ടാ അവനെ വണ്ടി പുറത്തിട്ടല്ലോ. അവനൊന്ന് കോളേജിൽ പോയില്ലേ? ഇപ്പം അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ അവനെ. അവൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന ഭേദം. കോളേജിൽ പോയിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. അതിൽ എത്ര ദിവസം പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇവിടെ ആരോടൊന്നും പറയാറുമില്ല. ചേട്ടത്തി ജോലിക്ക് പോയില്ലേ? അവൾ പോയി. അവൾക്ക് ചെറുക്കൻ്റെ കാര്യം ആദ്യമാണ്. ഇത് വല്ലതും അവൻ അറിയണോ? അതെ, നീ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ സംസാരിച്ചു നോക്കാം. കൊച്ചനാ എപ്പോ വന്ന്? ഇപ്പൊ ഒന്ന് ആ ഇരി. എന്താ വിഷ്ണു, നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ എന്താ കോളേജിൽ പോകാത്ത? നിനക്കാണോ വേണ്ടേ? എന്തിനാ വെറുതെ അച്ഛനമ്മേനെ വിഷമിപ്പിക്കണം? കൊച്ച വേണമെന്ന് വെച്ചിട്ടല്ല, എന്നെ കൊണ്ട് പറ്റണില്ല. മൊത്തം സപ്ലിയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അന്നേ പറഞ്ഞതല്ലേ എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ ഇവിടെ. എന്നെയാണെങ്കിൽ ആരും മനസ്സിലാക്കത്തുമില്ലല്ലോ. മോൻ്റെ നല്ല പഴി ഓർത്തിട്ടല്ലേ അച്ഛനമ്മയും പറയണേ. അതെന്താ മനസ്സിലാക്കാത്ത? കൊച്ച എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തോണ്ടൊന്നുമല്ല, എനിക്കിത് താല്പര്യമേ ഇല്ല സത്യം പറഞ്ഞാൽ.
പിന്നെ കൊച്ചച്ഛനൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യത കിട്ടുന്ന മേഖലയാണ്. എൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു നോക്കാം. എൻ്റെ കൊച്ചച്ഛൻ ഞാൻ വെറുതെ പറയണതല്ല. കൊച്ചച്ഛനായി Naukri.com പോലെ സൈറ്റിലൊക്കെ കയറി നോക്കണം. അപ്പോൾ മനസ്സിലാവും നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ കിട്ടുന്ന ജോലി ശമ്പളമൊക്കെ. നീ പേടിക്കണ്ട, ഞാൻ അച്ഛനോട് സംസാരിച്ച് നോക്കാം. ഓക്കെ ശരി. നീ ചോദിച്ചോ അവൻ്റെ അടുത്ത്? ചോദിച്ചു. പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ അവനലട്ടണേ എപ്പോഴും. അവൻ ആഗ്രഹിച്ച പഠനം, ആഗ്രഹിച്ച ജോലി എല്ലാവരെയും പോലെ ചെയ്യാൻ അവനും ആഗ്രഹം. അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമുക്ക് അവൻ ആഗ്രഹിച്ച പോലെ ഒന്ന് വിട്ടാലോ അവനാ? അതല്ലേ നല്ലത്. നീ എന്താ ഈ പറയുന്നത്? ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് സ്റ്റുഡിയോയിട്ട് ഇരിക്കാനോ? അതൊന്നും ശരിയാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ചേട്ടന് ഓർമ്മയില്ലേ നമ്മുടെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് അവനെടുത്ത ഫോട്ടോസ്? എന്ത് രസമായിരുന്നു, എല്ലാവർക്കും അത് ഇഷ്ടമായി. അവൻ കഴിവില്ലണ, അവൻ എന്തായാലും രക്ഷപ്പെടും. ഇനി വീട്ടിൽ നിന്ന് വേണ്ട, ഇത് അവസാനത്തെ ആയിരിക്കും. ജോലി കിട്ടാതെ വരുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നേക്കല്ലോ, അത്രയേ ഉള്ളൂ. ചേട്ടൻ വിചാരിക്കണ പോലെയല്ലേ ചേട്ടാ, ഇപ്പം ഇതിന് നല്ല ജോലി സാധ്യതയുണ്ട്. അത് വിദേശത്തായാലും നാട്ടിലായാലും. ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്, അതെന്തായാലും രക്ഷപ്പെടും. ഫോട്ടോഗ്രാഫി എളുപ്പമെന്ന് ചോദിച്ചാൽ വന്നത്. ഞാൻ വിചാരിച്ച പോലെയല്ല, ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു. നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? ഈ ഷട്ടർ സ്പീഡ് IS അപ്പാർച്ചറും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. നീ മാത്രമല്ല, ഞാനും ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. എന്തായാലും നമ്മൾ ഓട്ടോമോഡിൽ നിന്ന് മാനുവൽ മോഡിൽ എത്തിയില്ലേ. ഫോട്ടോഗ്രാഫി പാഷനെന്ന് പറഞ്ഞ് ഇരിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടായാൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കാം. സമയം കുറേ ആയി. ഇനിയും നമ്മളിങ്ങനെ ഇരുന്ന പ്രിൻസിപ്പൾ ഇങ്ങോട്ട് കയറി വരും. നമുക്ക് പോവാം. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടിയാൻ വന്നോ? അവൻ വന്നു. വന്നപാടെ മുറി കയറി കഥ കിടക്കി. അവൻ്റെ ഇഷ്ടത്തിന് അവനെ പഠിക്കാൻ പറ്റും. നീ ജോലിക്കുള്ള ടെൻഷനായിരിക്കും അവന്. നീ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു അവൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കട്ടെ. എടാ വിഷ്ണു, വിഷ്ണു, എന്താ മോനെ, ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാ മമ്മ നോക്കി. എന്താ മോനിത്? അമ്മ പൊട്ടിച്ചു നോക്ക്. എന്താണ് അത്? ഒരു ജോലി കിട്ടി മനുഷ്യ, അതിന് പോകാനുള്ള ലെറ്ററാ ഇത്. കോളേജിൽ നടന്ന ക്യാമ്പസ് സെലക്ഷനിലൊക്കെ ജോലി കിട്ടിയത്. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? അന്ന് എല്ലാവരും പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങ് എത്തില്ലായിരുന്നു.